ആസ്ക് മീ സംതിങ് അബൌട്ട് യെസ്റ്റർഡേ. ആസ്ക് മീ, എന്നോട് ചോദിക്കൂ, സംതിങ്, എന്തെങ്കിലും, അബൌട്ട് യെസ്റ്റർഡേ, ഇന്നലത്തെ കുറിച്ച്. വാട്ട് അബൌട്ട് യെസ്റ്റർഡേ എന്ന് പറയുമ്പം നമ്മൾ ചുമ്മാ വിശേഷം ചോദിക്കലായി. യെസ്റ്റർഡേ വാസ് നൈസ്, ഇറ്റ് വാസ് ഹോളിഡേ. ഓരോരോ കാര്യം സ്പെസിഫൈ ചെയ്ത് ചോദിക്കുക. സാധാരണ ഉദാഹരണത്തിന് ഇന്നലെ നീ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തിക്കോ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കുക. ഉദാഹരണത്തിന് എത്ര മണിക്ക് എഴുന്നേറ്റു, അപ്പോൾ എത്ര മണിക്കെന്ന് വാട്ട് ടൈം എന്നാണ്. വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് യെസ്റ്റർഡേ, അപ്പോൾ ഞാൻ അതിൻ്റെ സമയം പറയും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം ചോദിക്കുക, ആസ്ക് മീ. അത് തന്നെ തുടങ്ങിക്കോ. വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ് യെസ്റ്റർഡേ. I woke up at 7:30 yesterday. ഞാൻ ഇന്നലെ 7:30 എഴുന്നേറ്റത്. അപ്പോൾ അടുത്ത ചോദ്യം എപ്പോഴും അതുമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അന്നേരം ഒരു അതിനൊരു തുടർച്ച കിട്ടും നമുക്ക്. വൈ ഡിഡ് യു വോക്ക് അപ്പ് എന്നല്ല, വൈ ഡിഡ് യു വേക്ക് അപ്പ് ചോദിക്കുക. വൈ ഡിഡ് യു വേക്ക് അപ്പ് ലേറ്റ്. വൈ ഡിഡ് യു വേക്ക് അപ്പ് ലേറ്റ്, എന്തിനാ നേരം വൈകിട്ട് എഴുന്നേറ്റത് അല്ലേ. വൈ ഡിഡ് യു വേക്ക് അപ്പ് ലേറ്റ്. ഐ വോക്ക് അപ്പ് ലേറ്റ് ബിക്കോസ് യെസ്റ്റർഡേ വാസ് ഹോളിഡേ. അപ്പോൾ ഒരു കാരണമായി എന്തുകൊണ്ടാണ് ഇന്നലെ നേരം വൈകി എഴുന്നേറ്റത്. യെസ്റ്റർഡേ വാസ് നോട്ട് വർക്കിംഗ് ഡേ, ഇന്നലെ ജോലിയുള്ള ദിവസമായിരുന്നില്ല. ഇറ്റ് വാസ് ഹോളിഡേ, അത് ഹോളിഡേ ആയിരുന്നു. ദാറ്റ്സ് വൈ, ആയതുകൊണ്ട് ഐ വോക്ക് അപ്പ് ലേറ്റ്, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. ചോദിച്ചു. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്തു അതിന് ശേഷം ചോദിക്കുക. വാട്ട് ഡിഡ് യു ഡു ആഫ്റ്റർ ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് ഐ ഡിഡ് മൈ വാഷ്റൂം റുട്ടീൻസ് ആസ് യൂഷ്വൽ. ഐ ഡിഡ് മൈ വാഷ്റൂം റുട്ടീൻ ആസ് യൂഷ്വൽ. പതിവ് പോലെ ഞാൻ എൻ്റെ വാഷ്റൂം റുട്ടീൻ ചെയ്തു. അതായത് വാഷ്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മളെ റുട്ടീൻ എന്ന് പറയാൻ, ആ ഒരു ചര്യ അല്ലേ, അത് ചെയ്തു. അതിൽ പല്ല് തേക്കലുണ്ടാവും, മുഖം കഴുകലുണ്ടാവും, കുളിക്കൽ, എല്ലാ സംഗതികളും അതിൽ വരുന്നുണ്ട്. ഇനി സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞാൽ അങ്ങനെയും പറയാം. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്, ഐ വാഷ്ഡ് മൈ ഫേസ്, ഐ ടുക്ക് ബാത്ത്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ദെൻ വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ശ്രദ്ധിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ സമയത്ത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിൻ്റെ ഇപ്പം ഗോ എന്നുള്ള വാക്കിൻ്റെ രണ്ടാമത്തെ രൂപമായ വെൻഡ് എന്നുള്ളത് ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ വെൻഡിനെ ചെയ്തു എന്നുള്ള പോയി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അത് പോവുക ചെയ്താൽ നമ്മൾ പോയി എന്ന് പറയും. വേറൊരു സ്ഥലത്ത് നമുക്ക് വെൻഡ് വേണ്ട. പോയോ എന്ന് ചോദിക്കാൻ വെൻഡ് വേണ്ട. പോയില്ല എന്ന് പറയാൻ വെൻഡ് വേണ്ട. പോയി എന്നല്ലാതെ വേറൊരു കാര്യം പറയാനും വെൻഡ് ഉപയോഗിക്കാൻ പാടില്ല. അതായത് വേർബിൻ്റെ സെക്കൻഡ് ഫോം. മനസ്സിലായല്ലോ. അപ്പം നീ എവിടെ പോയി നോക്കിയാൽ വേർ ഡിഡ് യു വെൻഡ് എന്ന് ചോദിക്കില്ല, വേർ ഡിഡ് യു ഗോ. ഞാൻ പോയില്ല എന്ന് പറയാൻ വെൻഡ് ഉപയോഗിക്കില്ല, കാരണം അവിടെ പോയി എന്നല്ല പറഞ്ഞത്, പോയില്ല എന്നാണ്. അപ്പം ഐ ഡിഡിൻ ഗോ, ഞാൻ പോയില്ല. ഇനി നീ പോയോ എന്ന് ചോദിക്കാനും വെൻഡ് ഉപയോഗിക്കില്ല, ഡിഡ് യു ഗോ, നീ പോയോ. വെൻഡ് ഉപയോഗിക്കുന്നത് ആകെ ഞാൻ പോയി, ഐ വെൻഡ് ടു ദ മാർക്കറ്റ് അല്ലേ. ഇനി കണ്ടു എന്ന് പറയാൻ ഐ സോ അല്ലേ. കണ്ടില്ല എന്ന് പറയാനും കണ്ടോ എന്ന് ചോദിക്കാനും കണ്ടില്ലേ എന്ന് ചോദിക്കാനും എന്ത് കണ്ടു എന്ന് ചോദിക്കാനും എപ്പം ഒരു സ്ഥലത്തും നമുക്കിനി സോ വേണ്ട. സോ ആകെ ഉപയോഗിക്കുന്നത് കണ്ടു എന്ന് പറയാൻ. എടുത്തു ആകെ, ടുക്ക് ആകെ ഉപയോഗിക്കുന്നത് എടുത്തു എന്ന് പറയാൻ. റോട്ട് ആകെ ഉപയോഗിക്കുന്നത് എഴുതി എന്ന് പറയാൻ. വേറൊരു സ്ഥലത്തും അത് വേണ്ട. ചെയ്തു എന്ന് പറയാൻ മാത്രമേ നമ്മൾ രണ്ടാമത്തെ ഉപയോഗിക്കൂ. അപ്പം ഒന്നാ ചോദിച്ചനി ലാസ്റ്റ് ചോദിച്ചെന്താണ്? What did you eat? Very good. What did you eat for your breakfast? What did you eat for your breakfast? നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്, അതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് നേരിട്ട് എന്ത് പറയാം, പൂരി ആൻഡ് എഗ് റോസ്റ്റ് എന്ന് പറയാം. പക്ഷേ ഞാൻ പഠിക്കുന്നത് കൊണ്ട്, തുടക്കക്കാരനായതുകൊണ്ട് എങ്ങനെ പറയണം, ഐ എയ്റ്റ് പൂരി ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം. ആദ്യം വെറും ആ ഭക്ഷണത്തിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തതിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിച്ചത് പൂരിയും എഗ് റോസ്റ്റുമാണെന്ന് പറയാൻ പഠിച്ചു.
ഇപ്പം പഠിക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ മാക്സിമം വലുതാക്കിയിട്ട് പറയാൻ ശ്രമിക്കുക. അപ്പം അത്രയും വാക്കുകൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അതിന് മറുപടി പറഞ്ഞേ, ഐ എയ്റ്റ് പൂരി ആൻഡ് എഗ് റോസ്റ്റ് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കേണ്ടത്? ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഇപ്പോൾ പൂരി നിനക്കറിയാം ഞാനായിരിക്കില്ല ഉണ്ടാക്കിയെന്നല്ലേ. ആരാ ഉണ്ടാക്കിയത്? ആരാന്നുള്ള വാക്കെന്ന് ഹൂ. അതുകൊണ്ട് എന്നോട് ആ ക്വസ്റ്റ്യൻ വേർഡ്സ് നോക്കാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ വേർഡ്സ് ഒരു 10 പ്രാവശ്യം കാണാതൊന്നും പഠിക്കണ്ട. 10 പ്രാവശ്യം വായിച്ചു നോക്കി, മനസ്സിരുത്തി വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആര് എന്ന് വയ്ക്കുമ്പോൾ ഹൂ വരും, എപ്പോൾ എന്ന് വയ്ക്കുമ്പോൾ വെന്ന്, എവിടെ, വേറെ, എന്ത്, വാട്ട്, എന്തിന്, വൈ, എങ്ങനെ, ഹൗ, എത്ര പ്രാവശ്യം, ഹൗ ഓപ്ഷൻ, എത്ര ദൂരം, ഹൗ ഫാർ, എത്ര സമയം, ഹൗ ലോങ്, അല്ലേ, എത്ര പൈസ, ഹൗ മച്ച്, ഇങ്ങനെയൊക്കെ വേഗം മനസ്സിൽ വരണം. അത് ചിന്തിക്കാൻ നിന്നാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സ്ലോ ആവും. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ്സൊക്കെ ചോദ്യത്തിന് ആദ്യം വരുന്ന വാക്കാന്നല്ല. ഇപ്പോൾ തുടക്കത്തിലെ വാക്ക് തന്നെ നമ്മൾ സ്റ്റക്കാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആരത് ഉണ്ടാക്കി എന്നങ്ങനെ ചോദിക്കാം. ഹൂ കുക്ക്ഡ്. വെരി ഗുഡ്. ഹൂ കുക്ക്ഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഹൂ പ്രിപ്പയർഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ചോദിക്കുക അഗെയിൻ. ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഹൂ കുക്ക്ഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് പറ. ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ പറയാം അതിൻ്റെ ഉത്തരം. ആരാ ഉണ്ടാക്കിയത്? മൈ മദർ കുക്ക്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് വിടല്ല. നീ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്ന് ചോദിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഇനി ആ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇനിയിപ്പോൾ നിനക്കിപ്പോൾ ഞാൻ എത്ര പൂരി തിന്നു എന്നറിയണമെങ്കിൽ ആ ചോദ്യം ചോദിക്കുക. നിങ്ങൾ എത്ര പൂരി കഴിച്ചു? അപ്പോൾ ആദ്യം വരാൻ എന്താ? എത്ര. ഹൗ ഒന്നുകൂടി ഒരു വാക്കുകൂടി വരണം. അല്ലല്ല, ഹൗ എങ്ങനെയെന്ന് മാത്രമല്ല, എത്ര എന്നെങ്ങനെ ചോദിക്കുക. ഹൗ ഡിഡ് യു ഈറ്റ് പൂരി എന്ന് പറയുമ്പം പൂരി നീ എങ്ങനെ കഴിച്ചു എന്നാണ്. എത്ര പൂരി കഴിച്ചു എന്ന് ചോദിക്കുമ്പം ഹൗ അല്ലല്ലോ. എത്ര എന്നുള്ള വാക്കെന്താ? ഹൗ മെനി ആണോ ഹൗ മച്ച് ആണോ? ഹൗ മെനി. എന്തുകൊണ്ട് ഹൗ മെനി ഉപയോഗിച്ചു അവിടെ? എന്തുകൊണ്ട് ഹൗ മെനി ഉപയോഗിച്ചു, ഹൗ മച്ച് ഉപയോഗിച്ചുകൂടാ? രണ്ടിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ എത്ര എന്നല്ല കാണുക, ഹൗ മെനി ആൻഡ് ഹൗ മച്ച്. അപ്പം ഹൗ മെനി പൂരി ഡിഡ് യു ഈറ്റ് എന്നാണോ, ഹൗ മച്ച് പൂരി ഡിഡ് യു ഈറ്റ് എന്നാണോ? ഹൗ മച്ച് ആണോ? എന്താ വ്യത്യാസം രണ്ടും തമ്മിൽ? നമ്മൾ ആ ഒരു ഫയൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹൗ മെനിയുടെ ബ്രാക്കറ്റിൽ കൗണ്ടബിൾ, ഹൗ മച്ച് അൺകൗണ്ടബിൾ എന്ന് കാണാം. കൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്നാ? എണ്ണിയെടുക്കാൻ പറ്റുന്നത് അല്ലേ. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാലോ എണ്ണിയെടുക്കാൻ പറ്റാത്തത് അല്ലേ. അപ്പം പൂരി നീ എണ്ണാണോ ഉദ്ദേശിച്ചത്, അല്ല തൂക്കാണോ, അളവാണോ ഉദ്ദേശിച്ചത്? നീ പൂരി എത്ര കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 3 കിലോ പൂരി കഴിച്ചു, അല്ലെങ്കിൽ 2 ലിറ്റർ പൂരി കഴിച്ചു എന്നാണോ ഞാൻ പറയാം? അല്ലല്ലോ, എണ്ണ അല്ല പറയാം. അതാണല്ലോ നീ ഉദ്ദേശിച്ചതും, എണ്ണം കിട്ടാൻ. അപ്പോൾ അവിടെ ഹൗ മെനിയാണ് ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? ഹൗ മെനി. അപ്പോൾ എത്ര പൂരി കഴിച്ചു എന്നിങ്ങനെ ചോദിക്കും. ഹൗ മെനി. ഹൗ മെനീൻ്റെ കൂടെ എന്തെന്ന് വേണം? എത്ര പൂരി, അതങ്ങനെ തന്നെ വരണം. എത്ര പെൻ, ഹൗ മെനി പൂരി പറയാം. എങ്ങനെ? ഹൗ മെനി ഡിഡ് യു ഈറ്റ് ചോദിക്കേ. എത്ര പഴം തിന്നു ചോദിക്കുക. ഹൗ മെനി എന്ത്? ബനാന. ഹൗ മെനി ബനാന ഡിഡ് യു ഈറ്റ് അല്ലേ. എത്ര ചപ്പാത്തി നീ കഴിച്ചു എന്ന് ചോദിക്കേ. അങ്ങനെ. അപ്പം എത്ര എന്ന് എണ്ണത്തിലാണ് പറയുന്നതെങ്കിൽ ഹൗ മെനി ആണ് അല്ലേ. ഹൗ മെനി പെൻ ഡിഡ് യു ബൈ, എത്ര പെൻ നീ മേടിച്ചു. എത്ര ബുക്ക് നീ വായിച്ചു, ഹൗ മെനി ബുക്സ് ഡിഡ് യു റീഡ് അല്ലേ. എത്ര പാഠം നീ പഠിച്ചു, ഹൗ മെനി ലെസൺസ് ഡിഡ് യു സ്റ്റഡി. എത്ര ആളെ നീ കണ്ടു, ഹൗ മെനി പീപ്പിൾ ഡിഡ് യു സീ അല്ലേ. എത്ര ആൾക്കാരെ നീ കണ്ടു അല്ലേ. പിന്നെ അതുപോലെ എത്ര എന്താ പറയുക സിനിമ നീ കണ്ടു, ഹൗ മെനി മൂവീസ് ഡിഡ് യു വാച്ച്. അതേസമയം എത്ര എന്ന് നമ്മൾ ഹൗ മച്ച് ഉപയോഗിക്കുന്നത് എണ്ണത്തിലല്ലാതെ പറയുന്നതാണ്. എത്ര വെള്ളം കുടിച്ചു എന്ന് നീ എന്നോട് ചോദിക്കുന്നത് ഞാൻ 2 വെള്ളം 3 വെള്ളം 1 വെള്ളം ഇങ്ങനെയൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ.
അല്ലേ? അപ്പോൾ അവിടെ ഹൗ മച്ച് വാട്ടർ പറ, ഡിഡ് യു ഡ്രിങ്ക്? അത് വെള്ളം നമ്മൾ എണ്ണീറ്റല്ല, അളവിലാണ് പറയുക അല്ലേ? ഹൗ മച്ച് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക്? എത്ര പഞ്ചസാര നീ കഴിച്ചു? ഞാൻ പഞ്ചസാരയുടെ തരി എണ്ണീറ്റാണോ പറയുക? അല്ല. അപ്പോൾ എത്ര പഞ്ചസാര നീ ഉപയോഗിച്ചു എന്ന് ചോദിക്കുക. ഹൗ മച്ച് ഷുഗർ ഡിഡ് യു യൂസ്, അല്ലേ? അങ്ങനെ ഉപയോഗിക്കുക. എത്ര അരി നീ മേടിച്ചു എന്ന് ചോദിക്കുക. എത്ര അരി നീ മേടിച്ചു? റൈസ് ഡിഡ് യു ബൈ അല്ലേ? അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായോ? എത്ര എന്ന് ചോദിക്കുന്നത് ഹൗ മെനി ആണോ ഹൗ മച്ച് ആണോ എന്നുള്ളത്? ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ തക്കാളി, ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോ എന്ന് എത്ര എന്ന് ഉപയോഗിക്കാൻ ഹൗ മെനി ആണോ ഹൗ മച്ച് ആണോ? ഹൗ മച്ച് ആണോ? ഹൗ മച്ച് ആണോ ഹൗ മെനി ആണോ? ഈ തക്കാളി എൻ്റെ കൂടെ നമ്മൾ എത്ര എന്ന് ചോദിക്കാൻ ഹൗ മെനി ആണോ ഹൗ മച്ച് ആണോ? ഹൗ മച്ച് ആണോ ഹൗ മെനി? എണ്ണാൻ പറ്റാവുന്നതിൽ ഹൗ മെനിയും എണ്ണാൻ പറ്റാത്തത് ഹൗ മച്ചും. വേറെ ഏതെങ്കിലും മെഷർമെൻറ്റിൽ പറയുന്നത്, തൂക്കത്തിലോ അളവിലോ ഒക്കെ പറയുന്നത് ഹൗ മച്ച് ആണ്. അപ്പോൾ തക്കാളി, നീ എത്ര തക്കാളി എന്ന് ചോദിക്കാൻ ഹൗ മെനി ആണോ ഹൗ മച്ച് ആണോ? ഹൗ മെനി. ഓക്കെ. അത് നമുക്ക് അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്ക് വരും ചിലപ്പോൾ. എന്താ വെച്ചാൽ തക്കാളി എത്ര എന്ന് ചോദിക്കുമ്പോൾ അത് എന്തിനാണ് ചോദിക്കുന്നത്? തക്കാളി തിന്നുന്ന കണക്കാണോ ചോദിച്ചത്, വാങ്ങുന്ന കണക്കാണോ ചോദിച്ചത്? അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും.